പരിപാടി നല്ലായിരുന്നു, കൊള്ളായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു തേജസ്സും അതെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. വളരെ നല്ല പരിപാടിയായിരുന്നു. അയ്യോ, കണ്ടിട്ട് ഇഷ്ടമായോ? എന്താ ലോകാരാധ്യനായ അദ്ദേഹത്തെ കാണുമ്പോൾ ആർക്കാ ഇഷ്ടമാകാത്തത്? തീർച്ചയായിട്ടും ഇഷ്ടമായി. മോദിജിയുടെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ 2014 മുമ്പും ഇപ്പോഴും തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്താൻ പറ്റുമോ? അത്രയ്ക്കുള്ള വികസന പ്രവർത്തനങ്ങളല്ലേ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ, ഉജ്ജ്വൽ യോജനയായാലും പിന്നെ എന്തൊക്കെ പറഞ്ഞു തീരാൻ പറ്റാത്ത പോലെ പ്രവർത്തനങ്ങളല്ലേ നടത്തുന്നത്. അതുപോലെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി ഒരുപോണക്ക് ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ആരാധ്യനായി അദ്ദേഹത്തെ ആർക്കാ ഇഷ്ടപ്പെടാൻ പറ്റാത്തത്? അതുപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക, പിന്നെ വീടില്ലാത്തവർക്കൊക്കെ വീടെത്തിക്കുക, റോഡുകളെ വന്ദേ ഭാരത്, ട്രെയിന്, എന്താണ് വികസനത്തിൻ്റെ ഒരു മാലപ്പടക്കം പോലെയല്ലേ ഓരോരോ വികസനങ്ങൾ ഓരോ ദിവസവും നമുക്ക് നോക്കി നിൽക്കുമ്പോൾ പോലും അത്ര ആവേശം തരുന്ന രീതിയിലല്ലേ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ. ഈ പഴയ ഭാരതവും ഇപ്പോഴും ഭാരതവും തമ്മിൽ എന്താണ് വ്യത്യാസം? അമേരിക്കയിലേക്ക് കടക്കാൻ വിസ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആദരവോടെ നോക്കി നിൽക്കുകയാണ്, പിന്നെ ക്ഷണിച്ചു കൊണ്ടുപോവാണ്. ലോകാരാധ്യനായ അദ്ദേഹം ഇപ്പോൾ ലോകത്തെ നമ്മൾ ഭാരതീയരാണെന്ന് പറയാൻ അഭിമാനം തോന്നത്തക്ക വിധത്തിൽ നമ്മുടെ ഭാരതീയരുടെ യശസ് ഉയർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തിന് വലിയൊരു വിജയം, വലിയൊരു നേട്ടം, വലിയൊരു സ്ഥാനം നേടിക്കൊടുത്ത നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിയെ ഒരിക്കലും ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഫാനാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഓടി വന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി. അദ്ദേഹത്തെ 2-3 പ്രാവശ്യം ഇപ്പൊ കണ്ടു, പിന്നെയും കാണാനുള്ള ആവേശം കൊണ്ട് ഓടി വന്നതാണ്. അദ്ദേഹം ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. അദ്ദേഹത്തെ പോലുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ ഈ ലോകം എങ്ങനെ മാറും? നമ്മുടെ ഭാരതം മാറിയ പോലെ നമ്മുടെ 5ാമത്തെ ശക്തിയായിരുന്നു, ഇനി നമ്മൾ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും. അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ മാറും. അത്രയ്ക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന അദ്ദേഹം, അവർക്കൊക്കെ സന്തോഷമാണ്, സ്നേഹമാണ്. ഓക്കെ, നല്ല പരിപാടി. പിന്നെ സന്തോഷമില്ലാതിരിക്കൂ? അതെ, തലമുറ അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനങ്ങൾ നമുക്ക് വേണ്ടി ഇപ്പം എന്താ പറയുക, സത്യത്തിൽ ഞങ്ങൾക്ക് മോദി ചേച്ചി കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അറിയാലോ, ഓരോ പ്രവർത്തനങ്ങളായാൽ പോലും അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്നത് പോലെ എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും BJP ഈ രംഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. തീർച്ചയായും ഇനിയും മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. വരുന്ന തലമുറക്കെല്ലാം ഇപ്പോൾ മോദിയെ വലിയ ഇഷ്ടമാണ്. അതേപോലെ തന്നെ എനിക്കും വലിയ ഇഷ്ടമാണ്. എനിക്ക് വേറെ ഒരു പാർട്ടിയോടും താല്പര്യമില്ലാത്തതാണ്. പക്ഷെ ഇപ്പം BJPയോട് വലിയ താല്പര്യമുണ്ട്. ആണ് അതെ, മോദിയുടെ പ്രവർത്തനം നല്ല ഭരണമാണ്. എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുമാണ്. നമുക്ക് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മോദി നല്ല ഇത് തന്നെയാണ്. ഉണ്ട്, തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. വരണം. ഉണ്ട് പ്രതീക്ഷ. അടിപൊളി പരിപാടിയായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും സന്തോഷവും അഭിമാനവും. ശക്തനായ ഒരു പ്രധാനമന്ത്രിയെ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സന്തോഷമായി. ഒരു ശക്തനായ ഒരു നേതാവല്ലേ, നമ്മുടെ രാജ്യത്തെ ലോകത്തെ നമ്പർ 1 ആക്കിയില്ലേ. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം ആവേശമാണ്. ഇനി പുതിയ തലമുറ മോദിയിലോട്ട് വരണം. പഴയ ഈ 2 ഭരണവും നമ്മൾ മടുത്തിരിക്കുമല്ലയോ. അതുകൊണ്ട് പുതിയ തലമുറ ആവശ്യത്തോടെ സ്വീകരിക്കും. അതിനൊരു ഇതുമില്ല, മാറ്റവും ഇല്ല. ഇപ്പം വന്നുകൊണ്ടിരിക്കുവാണ്, പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഒരു ആവേശമായിരുന്നു നരേന്ദ്രമോദി. നമ്മൾ ചാനലുകളിൽ കണ്ടിട്ടേ ഉള്ളത്. നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ 50 മീറ്റർ അകലെ നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്, ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഭയങ്കര സന്തോഷമായി. അത് മാത്രമല്ല, നമ്മുടെ അമ്പലം വന്നല്ലോ, 500 വർഷത്തിന് പഴക്കം ഇപ്പോഴല്ലേ മോദിയല്ലേ നടപ്പിലാക്കിയേ. അതിന്റെ ഒരു പ്രത്യേക ഒരു നന്ദി നമുക്ക് കടപ്പാടുണ്ട് അദ്ദേഹത്തോട്. നമ്മുടെ രാജ്യത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മുൻകൈ എടുത്തേക്കുന്ന ആളല്ലേ. നമ്മുടെ രാജ്യം ഇത്രയും വളരാൻ കാരണം അദ്ദേഹമല്ലേ. സ്കൂളിലെല്ലാവർക്കും മോദിനെ സപ്പോർട്ടാണ്. മോദി പറഞ്ഞ ആഗ്രഹിക്കുന്നവരാണ്. പരിപാടി നല്ലായിരുന്നു, കൊള്ളായിരുന്നു. ഇഷ്ടമായി. അദ്ദേഹത്തിന്റെ ആ ഒരു തേജസ്സും അതെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ പുള്ളിയുടെ പവർഫുള്ളാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ഈ ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോഴത്തേനൊരു സിംഹത്തിന്റെ ആ ഒരു ഗാംഭീര്യമാണ് തോന്നുന്നത്. നല്ല പവർഫുൾ ആയിട്ട് തോന്നുന്നു. ഇനി മോദി സർക്കാർ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നല്ല പരിപാടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണം നല്ലതാണ്, അതുകൊണ്ട് അദ്ദേഹം ഇഷ്ടമാണ്.
നാടുകളിലും അവിടെയൊക്കെ എല്ലാവരും മോദി ഫാൻസ് ഉണ്ടോ? ആ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. മോദി ഫാൻസ് ഒരുപാട്. ആ ഉണ്ട്. നരേന്ദ്രമോദി ആദ്യമായിട്ടാണ് നേരിട്ട് കണ്ടത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് ആ പവർ? എങ്ങനെയുണ്ട് ഒരു ഗ്രേസ്? ഭയങ്കര ഒരു അതെ അതെ, ഭയങ്കര പവറാണ്. ഈ ബോളിവുഡ് നടന്മാരെക്കാളും ഭയങ്കര അതെ അതെ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു, ഇന്ത്യയിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ലോകത്തിലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്താണ് മോദിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? അതിന്റെ ഒരു എനർജി, നല്ലൊരു എനർജിയാണ്. മോദിനെ ഇഷ്ടമാണ്. എന്താ മോദിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? മോദി എല്ലാവർക്കും സഹായങ്ങളും എല്ലാം ചെയ്തൊക്കെ തരുകയും ചെയ്യും. അങ്ങനെ ഇഷ്ടമാണ് മോദിനെ. സ്കൂളിലൊക്കെ മോദി ഫാൻസ് ഉണ്ടോ? ആ, കുറെ പേരുണ്ട്. ഒരുപാട് മോദി ഫാൻസ് ഉണ്ട്. ആ, കാണാൻ പറ്റി, സന്തോഷമായി. സന്തോഷമാണ്. എന്താ മോദിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? നമ്മൾ ഇപ്പോഴത്തെ ഓരോ മുന്നേറ്റങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഒത്തിരി മുന്നേറ്റങ്ങൾ വന്നില്ലേ, വർഷമായിട്ട് നല്ല വ്യത്യാസം ഉണ്ടല്ലോ, അതൊക്കെ തന്നെ. He's a man of virtue, so I like him very much. His powerful efficiency, we leads a needful successfully. So I like him very much.